ഇന്നലെ നിയമസഭ തുടങ്ങിയ ദിവസമായിരുന്നു. അപ്പോൾ സഭയിൽ ഇന്നലെ കാര്യമായിട്ട് പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ചരമോപചാരം അർപ്പിച്ച സഭ പിരിയുകയായിരുന്നു. പക്ഷേ ഈ സഭയിൽ ഇന്നലെ ശ്രദ്ധാകേന്ദ്രമായത് രാഹുൽ മാങ്കൂട്ടത്തിൽ, പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തലിന്റെ സാന്നിധ്യമായിരുന്നു. നമുക്കറിയാവുന്ന പോലെ പീഡന പരാതികളെ തുടർന്ന് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി കമ്മിറ്റിയിൽ നിന്നും ഒക്കെയും പുറത്താക്കിയ ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് എത്തരുതെന്ന നിർദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നേതൃത്വത്തിന് രാഹുൽ എത്തരുത് എന്നൊരു ആഗ്രഹമായിരുന്നു. പക്ഷേ അതിനെയൊക്കെയും കാറ്റിൽ പറത്തിക്കൊണ്ടായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ നിയമസഭയിലേക്ക് വന്നത്. അത് ആ പാർട്ടിയിൽ ഉണ്ടാക്കിയ പ്രതിസന്ധി ചെറുതായിരുന്നില്ല. അതിന് പിന്നാലെ നേതാക്കളുടെയൊക്കെയും പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേട്ടു. പലരും പല രീതിയിലൊക്കെ പ്രതികരിക്കുന്നത് കണ്ടു. VD സതീശൻ ഏറെക്കുറെയൊക്കെ ഒറ്റപ്പെട്ട നിലയിലായിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പാർട്ടിയിലും മുന്നണിയിലുമൊക്കെയും. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷനുകളിലേക്കാണ് ഇന്ന് ആദ്യം. അപ്പോൾ ഇന്നും നിയമസഭയിലെത്തി കോൺഗ്രസിനെ കൂടുതൽ പ്രതിരോധത്തിലേക്ക് തള്ളിവിടേണ്ട എന്നൊരു തീരുമാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നറിയുന്നു. പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കരുത് എന്ന് നേതൃത്വം രാഹുലിനെ അറിയിച്ചു. നിലവിൽ അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. അതേസമയം സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളൊക്കെ എണ്ണിപ്പറഞ്ഞ് നിയമസഭ പ്രക്ഷുബ്ധമാക്കാനാണ് പ്രതിപക്ഷത്തിന്റെ നീക്കം. കുന്നംകുളം കസ്റ്റഡി മർദ്ദനം അടക്കമുള്ള അതിക്രമങ്ങൾ ഉന്നയിച്ച് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തുറന്നു കാട്ടും. PR പ്രവീണയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നമുക്കിപ്പം തത്സമയം ചേർന്നത്. PR പ്രവീണ, ഗുഡ് മോർണിംഗ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ സഭയിലെത്തിയതിന് പിന്നാലെ ആ പാർട്ടിയിൽ കോൺഗ്രസിലുണ്ടാക്കിയ ഭിന്നത അത് അതിരൂക്ഷമാണ്. രാഹുൽ വന്നതിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. പക്ഷേ ആ ഒരു നിലപാടായിരുന്നില്ല VD സതീശൻ. പിന്നീട് അദ്ദേഹം പാലിച്ചതൊക്കെയും മൗനമായിരുന്നു. KPCC നേതൃയോഗത്തിലാകട്ടെ അതിന് മുൻപ് മാധ്യമങ്ങളെ കണ്ടപ്പോഴാകട്ടെ ഈ വിഷയത്തിലൊന്നും പ്രതികരിക്കാൻ VD സതീശൻ തയ്യാറായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്താണ് രാഹുൽ ഇന്ന് സഭയിലേക്ക് എത്തുമോ അതോ ഇനി പാർട്ടിയെ കൂടുതലൊന്നും പ്രതിസന്ധിയിലാക്കണം? കാരണം ഇന്നലെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങളിൽ വിഷയങ്ങളിലൊക്കെ ചർച്ചകൾ നടക്കേണ്ടതാണ്. അതേപോലെ നിർണായകമായ ബില്ലുകളൊക്കെ ഈ സഭയിൽ പരിഗണനയ്ക്ക് വരുന്നതാണ്. അപ്പോൾ തന്റെ സാന്നിധ്യം താൻ എത്തി കൂടുതൽ ഇനി പ്രതിസന്ധിയിലേക്കൊന്നും തള്ളിവിടണ്ട എന്നൊരു നിലപാടിൽ തന്നെയാണോ രാഹുൽ മാങ്കൂട്ടത്തിൽ? വെരി ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. ഇന്നെന്തായാലും സഭയിലേക്ക് രാഹുൽ എത്തില്ല എന്നുള്ളതാണ്. അതിന് കാരണവുമുണ്ട്. കാരണം ഒരു ദിവസമെങ്കിലും വന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് അവധി അപേക്ഷ നൽകേണ്ടതില്ല. അതിൻ്റെ കൂടി ഭാഗമായിട്ടാണ് ഇന്നലെ രാഹുൽ എത്തിയത്. മാത്രവുമല്ല, ഇന്നലെ ഒരു ദിവസം അന്തിമോപചാരം അർപ്പിക്കുന്ന ദിവസം, അന്തരിച്ച മുൻ നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കുന്ന ദിവസം എത്തിയാൽ വലിയ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ പോകാനാകുമെന്നുള്ളതും കണക്ക് കൂട്ടിയിരുന്നു. അതിൻ്റെ കൂടി ഭാഗമായാണ് ആദ്യ ദിനം വന്നു പോയത്. അതിനുശേഷം ഇന്നലെ ഉച്ചയോടുകൂടി തന്നെ രാഹുൽ അടൂരിലേക്ക് മടങ്ങിയിരുന്നു. ഇന്നെന്തായാലും എത്തില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം നിയമസഭയിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷത്തിന് നിരവധി വിഷയങ്ങൾ എടുത്ത് ആയുധമാക്കാനുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പോലീസിന്റെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണ്. കസ്റ്റഡി മർദ്ദനങ്ങൾ തുടരുന്നു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും അതിനെതിരെ ഒരു നടപടിയും സ്വീകരിക്കാതെ ആഭ്യന്തരമന്ത്രി തുടരുന്നു. ഇന്നലെ ഇടതുമുന്നണിയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിലടക്കം മുഖ്യമന്ത്രി എടുത്ത നിലപാട് ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്, അതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനൊക്കെ എതിരെ ചോദ്യോത്തരവേള മുതൽ തന്നെ തുടങ്ങുമ്പോൾ തന്നെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ, അതുപോലെ തന്നെ പ്രതിഷേധങ്ങൾ ഉയർത്താനാണ് കോൺഗ്രസിന്റെ UDFന്റെ തീരുമാനം. അപ്പോൾ ആ വിഷയം തന്നെ അടിയന്തര പ്രമേയമാക്കിയും കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് കൂടിയാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ രാഹുലിനെ പോലെ ഒരാൾ, പ്രത്യേകിച്ച് ലൈംഗികാരോപണ കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, ആരോപണങ്ങളേറെ ഉയർന്ന ഒരു വ്യക്തി സഭയിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് മുന്നിൽ ഭരണപക്ഷം ആദ്യം ഉന്നയിക്കുക രാഹുൽ വിഷയമാകും. അതോടുകൂടി ഫോക്കസ് മാറും. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കരുത് എന്നുള്ളത് നേതൃത്വം പല വഴിക്ക് രാഹുലിനെ അറിയിച്ചിട്ടുണ്ട്. രാഹുലിനോട് സഭയിൽ എത്തണമെന്ന് ഉപദേശിച്ചവരോടടക്കം ഇക്കാര്യം പറയുകയും ചെയ്തുകൊണ്ട്, അതുകൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും ഈ ഘട്ടത്തിൽ പ്രതിരോധത്തിലാക്കാനില്ല എന്ന് സ്വയം തീരുമാനിച്ചു കൂടിക്കൊണ്ടാണ് രാഹുൽ എന്തായാലും സഭയിലേക്ക് എത്താത്തത്. പക്ഷേ ഇന്ന് സഭാതലം പ്രക്ഷുബ്ധമാകുമെന്ന് ഉറപ്പാണ്. അത് രാഹുൽ വിഷയം ഉന്നയിച്ച് ഭരണപക്ഷം ഏതെങ്കിലും തരത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിച്ചാലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളെക്കുറിച്ചാണ് നിങ്ങൾ പറയുന്നത് എന്നുള്ള മറുവാദം ഉന്നയിച്ചുകൊണ്ട് അടിയന്തര പ്രമേയത്തിനും അതുപോലെ തന്നെ ചോദ്യോത്തരവേള മുതൽ തന്നെ തുടങ്ങുന്ന സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമാകും സഭ സാക്ഷ്യം വഹിക്കുക. എന്തായാലും ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചകളിൽ മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മുഖ്യമന്ത്രിയുടെ മറുപടി കൂടിയാണ് ഇവിടെ ലക്ഷ്യമിടുന്നത്. അതിനോടൊപ്പം തന്നെ തുടരുന്ന വീഴ്ചകൾ അത് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അത് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന കാലം അത് സഭയിൽ നിന്ന് തന്നെ തുടക്കം കുറിക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത്. ഓക്കെ പ്രവീണ, ശരി. അപ്പോൾ സഭയിൽ ഇന്ന് നടക്കാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയായിരുന്നു PR പ്രവീണ.